തിരുവനന്തപുരം, മൂവാറ്റുപുഴ, പാലക്കാട്, കാസർഗോഡ് 4 സ്ഥലത്തു നിന്ന് കോൺഗ്രസിൻ്റെ ആചാരവെടി ആരംഭിച്ചിട്ടുണ്ട്. വിശ്വാസ സംരക്ഷണ ജാഥ 4 നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് നയിക്കുന്ന ജാഥ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP ഒരു ജാഥ നയിക്കുന്നുണ്ട്. കെ മുരളീധരൻ കാസർഗോഡ് നിന്നൊരു ജാഥ നയിക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹനാൻ MP ഒരു ജാഥ നയിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, കെ മുരളീധരൻ 4 വളരെ പ്രമുഖരായിട്ടുള്ള സീനിയറായിട്ടുള്ള നേതാക്കളാണ്. അവർ 4 പേര് നയിക്കുന്ന ജാഥയാണ് വിശ്വാസ സംഗമത്തോടുകൂടി സമാപിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തി വന്നപ്പോഴും ആദ്യം കോൺഗ്രസ് ഒന്ന് അറച്ചു. പിന്നെ കോൺഗ്രസ് അത് വളരെ വലിയ തോതിൽ കോൺഗ്രസ് അത് ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിന് അതിൻ്റെ നേട്ടമുണ്ടായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് കോൺഗ്രസ് അതിലൂടെ നേടിയത്. 19 സീറ്റും കോൺഗ്രസ്സിന് കിട്ടി. അപ്പോൾ ഇപ്പോൾ വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസ സംഗമം കോൺഗ്രസ് ഒരു വലിയ വിഷയമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പലിനെ തല്ലിയ വിഷയം വളരെ 2-3 ദിവസം വലിയ വിഷയമായിരുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള സമരം. അപ്പോൾ ഇരട്ട സമരമാണിപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് വിശ്വാസി സംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമല വേർഡിക്റ്റ് വന്നപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാവരും RSPയും RSSും BJP എല്ലാവരും ആദ്യം ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മമാർ സഹോദരിമാരൊക്കെ തെരുവിൽ ജാഥ നടത്തി, നാമജപ ഘോഷയാത്രകൾ നടത്തി, വലിയ തോതിൽ ബഹളമുണ്ടാക്കി. അയ്യപ്പൻ തന്നെ നേരിട്ടിറങ്ങി എന്നുള്ള നിലയിലേക്കുള്ള വിശേഷങ്ങളൊക്കെ വന്നതിന് ശേഷം വലിയ മാറ്റമാണ് ഉണ്ടായത്. എല്ലാവരും RSSും സംഘപരിവാർ ഹാൻഡിലുള്ളവരും BJPയും കോൺഗ്രസും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും SNDPയും NSSും എല്ലാവരും ശബരിമല അയ്യപ്പൻ്റെ ഈ വിശ്വാസ സംഗമ വിഷയത്തിൽ ഒന്നിച്ചു. ഇടതുപക്ഷം മാത്രം പക്ഷേ വനിതാ മതിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അത് വിശ്വാസം തന്നെയാണ് അവിടെ രക്ഷപ്പെട്ടത്. കോടതി ഇതുവരെ കോടതിക്കാൻ ആ നിയമ നടപടി ഒരു വെർഡിക്റ്റ് വന്നെങ്കിലും കോടതിക്കും അത് ഇമ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല, നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അത് എല്ലാവരും ഒരു ബ്ലിങ്കസിയായ ഒരു വിധിയായി അതിങ്ങനെ നിൽക്കുന്നു. വിധി നടപ്പിലാക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ വിധി നടപ്പിലാക്കണമെന്ന് ഇടതുപക്ഷത്തിനൊരു താല്പര്യവുമില്ല. കാരണം ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധം നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു താല്പര്യവുമില്ല. എന്തായാലും ശബരിമല വിശ്വാസത്തിൻ്റെ മൊത്തം ഒരു അടങ്കൽ എന്നുള്ള നിലയിൽ മൊത്തം കാര്യങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് BJP പണിഞ്ഞു, BJPയും കൂടി കോൺഗ്രസും പണിഞ്ഞു, BJPയും പണിഞ്ഞു. പക്ഷേ ഗുണം കിട്ടിയത് കോൺഗ്രസ്സിനാണ്. അതുകൊണ്ട് ഇപ്പോൾ BJP വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ പണിയൂ, നിങ്ങൾ വിതയ്ക്കൂ, നിങ്ങൾ കൊയ്തോളൂ, ഞങ്ങൾക്ക് വേറെ കുറച്ച് പണിയൂടെ ഉണ്ടെന്നുള്ള നിലയിലാണ് BJP നിൽക്കുന്നത്. എന്തായാലും രംഗത്തുണ്ട്. പക്ഷേ BJP രംഗത്തുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായി കോൺഗ്രസ്സാണ് ഒന്നാമതായി കളത്തിലിറങ്ങിയിരിക്കുന്നത്.